ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഉത്തരവാദിത്തമില്ലായ്മ മൂലം കയ്പമംഗലത്ത് നാട്ടുകാരും യാത്രക്കാരും ദുരിതത്തിലായി. ഒരു മാസത്തോളമായി ഈ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. കാനപ്പണി പൂർത്തിയാകാത്തതിനാൽ സർവീസ് റോഡ് തുറക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. കാളമുറി സെന്ററിൽ നിന്നും കിഴക്കോട്ടുള്ള റോഡിലുള്ള തടസ്സങ്ങൾ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. NH പണിക്കായി സർവീസ് റോഡിൽ വെച്ച തടസ്സങ്ങളും പാതി വഴിയിൽ പണി നിർത്തിയ കാനയുമാണ് ജനങ്ങൾക്ക് ദുരിതമാവുന്നത്. കയ്പമംഗലം 12 മുതൽ വഴിയമ്പലം വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രശ്നം. സർവീസ് റോഡിലൂടെ വരേണ്ട ബസ് സർവീസുകൾ 1.5 മാസമായി പാലത്തിന് മുകളിലൂടെ പ്രധാന ഹൈവേയിലൂടെയാണ് പോകുന്നത്. ഇതുമൂലം വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ബുദ്ധിമുട്ടുന്നത്. കാളമുറി സെന്ററിലെ ബസ് സ്റ്റോപ്പിലെത്തേണ്ട ബസ്സുകൾ കിലോമീറ്ററോളം അകലെയുള്ള സ്റ്റോപ്പുകളിലാണ് വരുന്നത്. ബസ് സർവീസ് ആശ്രയിച്ചു കഴിയുന്ന യാത്രക്കാർ ഇത്രയും ദൂരം നടന്നു വലയുകയാണ്. 1.5 മാസം മുൻപാണ് കാളമുറിയിലെ സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം തടഞ്ഞ് സെന്ററിലെ കാനയുടെ പണി ആരംഭിച്ചത്. എന്നാൽ ഇത് പാതവഴിയിൽ നിർത്തി പണിക്കാർ പോയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. കാനപ്പണി പൂർത്തിയാകാത്തതിനാൽ സർവീസ് റോഡ് തുറക്കാനാകില്ലെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നത്. കാളമുറി സെന്ററിൽ നിന്നും കിഴക്കോട്ടുള്ള റോഡിലുള്ള തടസ്സങ്ങൾ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ചളിങ്ങാട് ഭാഗത്തേക്ക് വലിയ വാഹനങ്ങൾക്കൊന്നും തന്നെ കടന്നു പോകാനാകുന്നുമില്ല. കടകൾക്ക് മുന്നിൽ സ്ഥാപിച്ച തടസ്സങ്ങൾ മാറ്റണമെങ്കിൽ ഹെവി ഉപകരണങ്ങൾ വേണ്ടിവരും. ഇതുവഴി വാഹനങ്ങളും യാത്രക്കാരും വരാതായതോടെ കച്ചവടത്തെയും ബാധിച്ചെന്ന് വ്യാപാരികൾ പറയുന്നു. പനമ്പിക്കുന്നിൽ നിന്നും ആരംഭിക്കുന്ന 3 പീടിക ബൈപ്പാസിലെ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡിന്റെ പണിയും പാതി വഴിയിൽ നിർത്തിയ നിലയിലാണ്. ഇതുമൂലം പടിഞ്ഞാറ് ഭാഗത്തെ ഇടുങ്ങിയ റോഡ് വഴിയാണ് ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ ഗതാഗത കുരുക്കും പതിവായിട്ടുണ്ട്. മഴയ്ക്ക് മുമ്പേ കാനയുടെ പണികൾ തീർത്തില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം തിരഞ്ഞെടുപ്പായതിനാൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും മറ്റുമുള്ള തൊഴിലാളികൾ ഒരുമിച്ച് നാട്ടിൽ പോയതാണ് പണികൾ തടസ്സപ്പെടാൻ കാരണമെന്നും ഒരാഴ്ചയ്ക്കകം പണികൾ പുനരാരംഭിക്കുമെന്നും നിർമ്മാണ കമ്പനി അധികൃതർ പറയുന്നു. മീഡിയ ടൈം, കയ്പമംഗലം.